ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ. അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ പട്ടാണി നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. നല്ല വെന്തുടയണമെന്നില്ല. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി, പച്ചമുളക് ഇടുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ മിസ്സായതാണ്. കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് ഉള്ളി നല്ല രീതിയിൽ വാട്ടിയെടുക്കുക. അതിലേക്ക് നമ്മൾ പട്ടാണി വേവിച്ച് വെച്ച പട്ടാണിക്കടല അതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. രണ്ടുകൂടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 4 മുട്ടയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക. ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുകയാണ്. എത്ര മുട്ട വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 4 മുട്ട ഉണ്ടായതുകൊണ്ട് 4 മുട്ട എടുത്തു എന്നുള്ളൂ. 3 ആയി. ഒന്നുകൂടെ ഞാൻ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ 4 മുട്ടയായി. ഇനി നല്ല രീതിയിൽ നമ്മൾ മുട്ടയൊക്കെ ചിക്കുമല്ലോ, ചിക്കി കൊടുക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ തീ സിമ്മിലല്ല, കുറച്ചുകൂടെ നല്ല ഹൈ ഫ്ലെയിമിലും ഇടരുത്, ലോ ഫ്ലെയിമിലും അല്ലാത്തൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, മല്ലിയില ഇതിന് മുകളിലിട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മളെ ഗ്രീൻ പീസ്. അതായത് നമ്മൾ കടലോരങ്ങളിലൊക്കെ കിട്ടലില്ലേ, ബീച്ച് സൈഡിലൊക്കെ. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.